എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ അഭിയോട് പറയാണ്, എടാ നിനക്ക് എന്തറിയാം, ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് കുറെ കാലമായി. എനിക്കിവിടെ ഉള്ളവരെ ഓരോരുത്തരെ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ എന്നെയാണോ നീ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത്? പോരാത്തിന് നീ ആദർശിനെ ചതിക്കാനും ശ്രമിച്ചില്ലേടാ. ആദർശിനോട് നീ എന്ത് വലിയ തെറ്റാ ചെയ്തെന്നറിയോ? നീ പറഞ്ഞ എന്താ? ആദർശേട്ടന് ആ പണം കൊടുക്കുന്നതിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് ആ പണം കൊടുക്കായിരുന്നത്. 50 ലക്ഷം രൂപ ആ പണം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ ആ പെൺകുട്ടിക്ക് കൊടുക്കായിരുന്നത്. എന്നാലും ഇത്ര ക്രൂരമായിട്ട് ചിന്തിക്കാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ജയം പറഞ്ഞു, ഇവനല്ലേ, ഇവൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയാണ്. ചതിയും വഞ്ചനയും ഇവന്റെ കൂടപ്പുറപ്പല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും നവ്യ പറഞ്ഞു, അത് ശരിയാ. അന്ന് ആദർശേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇവനെന്റെ അടുത്തേക്ക് വന്ന് പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ? ആദർശേട്ടനേക്കാളും ഭയങ്കര ഉയർന്ന പദവിയില്ല ഞാന്, അതുകൊണ്ട് ആദർശേട്ടനോടൊപ്പമുള്ള ഒരു ജീവിതത്തെക്കാളും നല്ലത് എന്നോടൊപ്പമുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കെടുത്തിട്ട് അവസാനം ഞാൻ ആദർശേട്ടനോട് ബന്ധം വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇവൻ എന്താ കാണിച്ചു കൂട്ടിയത്? അങ്ങനത്തെ ഒരു ചതിയനാ. പക്ഷെ അന്ന് എന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവൻ പറയുന്നെല്ലാം വിശ്വസിച്ചു. പക്ഷെ ഇന്നാണെങ്കിൽ അങ്ങനെയൊന്നും നടക്കത്തില്ല, ഇവൻ അത്ര വലിയൊരു ചതിയനാന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും നയന പറഞ്ഞു, അത് ശരിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം മനസ്സ് മാറാനാണെങ്കിൽ ഇനിയും സമയമുണ്ട്, നന്നാവാനായിട്ട് ഇനിയും സമയമുണ്ടെന്ന് പറയാം. ദേവേന് പറഞ്ഞു, ഇവൻ നന്നാവാനോ? ഒരിക്കലും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവൻ നന്നാവണമെങ്കിൽ ആദ്യം ജലജ നന്നാവണം. രണ്ടുപേരും കൂടെ കൂടിയല്ലേ ഈ തന്ത്രങ്ങളൊക്കെ മെനയണേന്ന് ചോദിക്കാം. ജലജ പറഞ്ഞു, എന്തൊക്കെയാ അടുത്തി പറയണേ? എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ലെന്ന് പറയണം. പിന്നീട് അബിയോട് പറഞ്ഞു, കേട്ടോടാ, നീ കേൾക്കാൻ പറയാണ്, എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുന്നേ. ഇപ്പൊ നിനക്ക് സമാധാനം അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ജലജ കയറി പോവാണ്. ഈ സമയത്ത് അബി ഇങ്ങനെ അകത്ത് കയറി പോകുന്ന തന്നെ ജയം വിളിച്ചു, അവിടെ നിന്നേ ഒരു കാര്യം പറയട്ടെ. ഇനി മേലാല് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അന്ന് നീ പടിക്ക് പുറത്തായിരിക്കും എന്ന് പറയാം. ഒരു തവണത്തേക്കോട് ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇങ്ങനെ ഒരു ക്ഷമ ഉണ്ടായിരിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ അവനും കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ദേവേന പറഞ്ഞു, എനിക്ക് കരള് പാത്ത് കളിക്കിയ പെൺകുട്ടിയുടെ പേര് നയനയെന്നാന്ന് പറയണം. ഇനിയിപ്പൊ നയനയെന്നാന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പൊ ഈ നിൽക്കുന്ന എന്റെ മരുമകളാണ് എനിക്ക് കരള് പാത്ത് കളിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും വിശ്വസിക്കത്തില്ല. അതിനുള്ള നല്ല മനസ്സൊന്നും ഇവൾക്കില്ല എന്ന് പറയണ. മുത്തശ്ശി പറഞ്ഞു, ഒരുപക്ഷെ ഇവളാണെങ്കിലോ? പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല അമ്മേ, ഇവൾക്ക് അങ്ങനെയുള്ള മനസ്സൊന്നുമില്ല. ഇവളങ്ങനെ ഒരിക്കലും ചെയ്യാനും പോകുന്നില്ല. എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇവള് വരത്തുമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുമായിരിക്കും ഇനി നാളെ ഒരു ദിവസം ഇവളായിരിക്കും എനിക്ക് കരളു പാത്ത് കളിക്കാന്ന്. ഞാനത് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ വിശ്വസിക്കുമെന്നും പോകുന്നില്ല. അങ്ങനെയുള്ള നല്ല മനസ്സൊന്നും ഇവൾക്കില്ല എന്ന് പറയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും ജയൻ പറഞ്ഞു, കേട്ടില്ലേ അവള് പറഞ്ഞേ? ഇനി നമ്മൾ പറഞ്ഞാലും അവള് വിശ്വസിക്കും തോന്നുന്നുണ്ടോ? അവൾക്ക് നിന്നോട് ഇപ്പോഴും ആ ഒരു ദേഷ്യം വെറുപ്പൊക്കെ നയനമോളെ എന്ത് ചെയ്യാനെന്ന് പറ. ഇതാ ഞാൻ പറഞ്ഞേ, കരള് പാത്ത് കളിക്കുന്ന മോളാന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് അവളോട് പറയണ്ടെന്ന്. പറഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നില്ലെന്ന് പറയാണ്. മുത്തശ്ശി നയനോട് പറഞ്ഞു, പോട്ടെ മോളെ, ക്ഷമിച്ചു കളാം. എത്രയൊക്കെ ആന്നാലും എന്നെങ്കിലും ഒരു ദിവസം അവൾ നിന്റെ അടുത്ത് വരുമെന്ന് പറയാം. ആ സമയം അകത്തേക്ക് പോയി ദേവേനെ ഇങ്ങനെ ആലോചിക്കുക. പാവം നയന, താൻ കാരണം അവൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? തനിക്ക് ഈ അവസരത്തിൽ ഇങ്ങനെ അഭിനയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് നവ്യ സിറ്റോളിൽ ഇരിക്കുന്ന സമയത്താണ് നന്ദുവിന്റെ വരവ്. നന്ദുവിനെ കണ്ടത് നവ്യക്ക് ഭയങ്കര സന്തോഷമായി. നന്ദുട്ടാന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. നവ്യേച്ചിക്ക് സുഖമല്ലെന്ന് ചോദിക്കാം. അതെ, എനിക്ക് സുഖം മോളെന്ന് പറയണം. അല്ലെ, എന്ത് പറ്റി ഇങ്ങോട്ട് വരാനായിട്ട്? എനിക്ക് പിന്നെ ചേച്ചിനെ കാണണ്ടെന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് ജാനകിയുടെ വരവ്. ജാനകി ഒട്ടും പ്രതീക്ഷയില്ല. നന്ദു ഇങ്ങോട്ട് ഇരുന്നു. നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ എന്റെ ചേച്ചിനെ കാണാനായിട്ട്. ചേച്ചിനെ കാണാനായിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുക. നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് വരില്ലെന്ന്. ഇത് കേട്ടപ്പോ നബി പറഞ്ഞു, അവൾ എന്നെ കാണാനല്ലേ അമ്മായി വന്നേ, പിന്നെ അമ്മായി ഇതിനെ ദേഷ്യപ്പെടുന്നേന്ന് ചോദിക്കുക. ഈ സമയം ജാനി പറഞ്ഞു, എനിക്കിഷ്ടമില്ല അവൾ ഇങ്ങോട്ട് വരുന്നേ. അവള് നിന്നെ കാണാനെന്നും പറഞ്ഞ് വരുന്ന വേറെ പല ഉദ്ദേശങ്ങളും മനസ്സിൽ വിചാരിച്ചോണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ആന്റി, ഞാൻ ഇപ്പൊ തന്നെ പോയേക്കുന്ന് പറയണം. അപ്പോഴേക്കും നബി പറഞ്ഞു, നീ എന്തിനാ പോണേ? അങ്ങനെ ആരെയും പേടിച്ചിട്ട് പോണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. അപ്പോഴേക്കും ദേവേനയും കൂടെ അങ്ങോട്ട് വരുക. നന്ദുവിനെ കണ്ട് ദേവേനയ്ക്ക് സന്തോഷമായി. പിന്നീട് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതാരും നന്ദുവോ? എന്ത് പറ്റി ഈ വഴിക്കൊക്കെ എന്ന് ചോദിക്കണം. അത് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് അറിയിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം. എനിക്ക് SI സെലക്ഷൻ കിട്ടിയെന്ന് പറയണം, ടെസ്റ്റ് എഴുതി പാസ്സായെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ മോളെ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. നിന്റെ ആഗ്രഹം പോലെ നടന്നല്ലോ അല്ലേന്ന് ചോദിക്കാം. അതെ, എന്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പോലീസ് യൂണിഫോം ഇടാന്നുള്ളത്. അപ്പൊ ആ ആഗ്രഹം സാധിച്ചിരിക്കുന്നു പറയണം. ജാനകി പറഞ്ഞു, പിന്നെ അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാ പൂർത്തിയായെന്ന് പറയാം.
അല്ലെങ്കിൽ തന്നെ ഇവള് കാരണം മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇനിയിപ്പൊ യൂണിഫോം കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ അഹങ്കാരം കാണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇത് കേട്ടപ്പോ ദേവേനിക്കാണെ സന്തോഷമായിരുന്നു. കാരണം നല്ലൊരു പോസ്റ്റിലേക്കാണല്ലോ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നീട് ദേവേനി പറഞ്ഞു, ഞാനേ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് നീ ഇവിടെ ഇരിക്കാൻ പറയണം. വേണ്ട ആന്റി, ഞാൻ ഇപ്പൊ തന്നെ പോന്ന് പറയണം. ജാനകി പറഞ്ഞു, എന്തിനാ ഇവളുമാരെ പോലുള്ളവരെ സൽക്കരിക്കേണ്ട കാര്യം ഏട്ടത്തിക്ക് എന്താന്ന് ചോദിക്കാം. അവള് പോവാണ് പോട്ടെ എന്ന് പറയണം. അതല്ലല്ലോ, അവൾക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും കൊടുത്തില്ലെങ്കിലേ ഇനിയിപ്പം നയനം വന്നു കഴിയുമ്പോ അത് മതി. പിന്നീട് വേണം എന്റെ മോനെ മോഹം തിരിച്ച് നടക്കാനായിട്ട്. അതിന്റെ കാര്യം എന്താ? അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം എന്നും പറഞ്ഞിട്ട് ദേവേനി അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് കാറ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ജാനി, എന്റെ ഭഗവാനെ, അവര് വന്നിട്ടുണ്ട്. ഈ കൃത്യ സമയത്ത് തന്നെ ഇവളങ്ങോട്ട് എഴുന്നള്ളുകയും ചെയ്തല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും അനാമികയും അനിയും കൂടെ കാറിനകത്ത് ഇറങ്ങി അങ്ങോട്ട് വരുവാണ്. അങ്ങനെ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല. പെട്ടെന്ന് അനാമി ചോദിച്ചു, നീയോ? നിന്നോട് ആരുടെ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, അതെ, അവളോട് പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ കാണാനായിട്ട് അവള് വന്നാന്ന് പറയണം. നിന്നെ കാണാനായിട്ടോ? അത് കൊള്ളാലോ, നിന്റെ പേരും പറഞ്ഞുകൊണ്ട് വന്നതാന്ന് പറ. ഇവിടെ മറ്റു പലരെയും കാണാൻ വേണ്ടിട്ടാന്ന് പറയണം. എനിക്കാണ് നല്ല ദേഷ്യം വന്നു. എന്തേലും പറയാൻ പറ്റുമോ? എല്ലാവരും നിൽക്കുകയാണ്, വല്യമ്മ എല്ലാവരും നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ സമയം അനാമിക പറഞ്ഞു, നാണം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് കയറി വരുവാടി. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ, ഞാനത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു, എന്ത് കാര്യമെന്നറിയാവോ? എന്റെ അനിയത്തിക്ക് പോലീസ് സെലക്ഷൻ കിട്ടി. ഇനി അവൾ SI ആന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അനാമിക അത് ഞെട്ടി. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. പെട്ടെന്ന് അനാമിക പറഞ്ഞു, പിന്നെ SI എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുകളിലാന്നാ ഇവളുടെ വിചാരം. നാണം ഉണ്ടോടി നിനക്ക്? ഒരു പോലീസ് യൂണിഫോം കിട്ടിയെന്ന് ഓർത്തിട്ട് വലിയ അഹങ്കരിച്ച് നടക്കുന്നു. എടി, അതിനകത്തൊന്നും ഒരു വലിയ കഥയില്ലടി എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ നീ നാട്ടുകാരെ ഇടിച്ചു കൂട്ടുന്ന. ഇനിയിപ്പൊ യൂണിഫോം കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന ആരും ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, തെറ്റ് ചെയ്ത ആരാണെങ്കിലും ഇപ്പോൾ ഉറപ്പായിട്ട് ശിക്ഷ കൊടുത്തിരിക്കും. അതിപ്പോ നീ ആണെങ്കിലും ശരിയെന്ന് പറയാം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം അനാമിക്ക് ദേഷ്യമോ കട്ടക്കലിപ്പോയി. അനാമ പറഞ്ഞു, എനിക്കറിയാടി നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. ഇത് പറയാനെന്നുള്ള പേരിൽ നീ ഇങ്ങോട്ട് വന്നു. ഇതൊക്കെയാണ് നിനക്ക് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരടി. അല്ലാതെ ഇങ്ങോട്ട് നേരിട്ട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എന്നെ സ്വസ്ഥതയും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല നീ. എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് നാശമായിട്ട് വന്നോളാണ് നീ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ലടി. നിന്നെ ഞാൻ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലു വിളിച്ചിട്ട് അനാമി ഇങ്ങോട്ട് കയറിപ്പോവാ. എനിക്ക് നല്ല ദേഷ്യം വന്നു. അതിന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ജാനിച്ചു, നീ എന്ത് കാണാൻ നിൽക്കും? അവിടെ കയറി പോടാ അകത്തെന്ന് പറയണം. അമ്മേ, ഞാൻ നിന്നോടല്ലേ പോകാൻ പറഞ്ഞേ. അവൻ നിൽക്കുന്ന കണ്ടില്ല ഇവിടെ, നാണമില്ലാത്തവന്. അവന്റെ ഭാര്യ കയറി പോയത് കണ്ടില്ല, അങ്ങോട്ട് ചെല്ലടാന്ന് പറഞ്ഞിട്ട് അനിയൻ ദേഷ്യം പിടിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വിടുവാണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ആ സമയത്ത് നന്ദുവിനോട് പറഞ്ഞു, നീ എന്ത് കാണാൻ നിൽക്കും അടിയെന്ന് ചോദിക്കണം. ഈ സമയം നബി പറഞ്ഞു, അവള് നിൽക്കുന്നോണ്ട് അമ്മായിക്ക് എന്താ കുഴപ്പമിരിക്കണേ? അമ്മ ഇനി അവളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. ഈ സമയം നന്ദി ചോദിച്ചു, അല്ല നയനേടത്തി എന്ത് ചെയ്യുന്ന ചോദിക്കണം. നയനേടത്തി ഓഫീസിൽ പോയതാ മോളെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞു, എല്ലാം അറിയാം അവക്ക്. എന്നിട്ട് ഇവൾ ആ തക്കം നോക്കി വന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ? ഇവളുടെ ചേച്ചി ഓഫീസിൽ പോയതാന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഈ നാടകം കളിക്കണം എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും ദേവേനി പറഞ്ഞു, നീ എന്താ ജാനി ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നും മിണ്ടായിരുന്നേന്ന് പറയാണ്. വെറുതെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞോണ്ടിരിക്കില്ലെന്ന് പറയാണ്. ആ സമയം നവ്യ നന്ദുവിനെ കൂട്ടി ആ സൈഡിലേക്ക് പോയിട്ട് പറഞ്ഞു, വാ മോൾ ഇവിടെ ഇരിക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ. വേറെ ആർക്കൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന്? കിട്ടിയിട്ടുണ്ട്, അശ്വിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അവിടെ സംസാരിക്കുകയാണ്. ഈ സമയം അനാമിക കട്ടക്കലിപ്പിൽ അനിയുടെ അരിയിലേക്ക് വീഴണം. അപ്പൊ അനി പറഞ്ഞു, നീ എന്ത് വർത്താനം അടി അനാമിക പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പിന്നല്ലാതെ അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണമെന്ന് ചോദിക്കും. പൂവിട്ട് പൂജിക്കുകയൊന്നും വേണ്ട നീ. പക്ഷെ സാമാന്യ മര്യാദ ഒന്നുണ്ടല്ലോ. വീട്ടിൽ ഒരാൾ കയറി വരുമ്പോഴത്തേനും അതിന്റെ മര്യാദ മാന്യതയെ കാണിക്കണമെന്ന് പറയാം. അവളോട് ഞാൻ മര്യാദ കാണിക്കാനായിട്ട് നല്ല കഥയായിപ്പോയി. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അവള് വലിയ SI ആന്ന് പറഞ്ഞ് വലിയ ആള് കളിക്കാനായിട്ട് വന്നിരിക്കുന്നു, അതും എന്റെ അടുത്ത്. അവൾക്ക് ഒരു അഹങ്കാരം കൂടുതലാന്ന് പറയാം. ഇത് കേട്ടത് അനി പറഞ്ഞു, നിന്നേക്കാളും 100 ഭേദം അവളെന്താണെങ്കിലും. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്റെ സ്വത്തും പടവും മോഹിച്ചിട്ടല്ലേ, അല്ലാതെ എന്നെ ഇഷ്ടപ്പെട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടതും അനാബി പറഞ്ഞു, അതേടാ, നിന്റെ സ്വത്തും പടം തന്നെ മോഹിച്ചിട്ടാ, അല്ലാതെ നിന്നെ ഇഷ്ടപ്പെട്ടൊന്നുമല്ല. എന്റെ മനസ്സിലിപ്പൊ നീ ഇല്ല. ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ പോയിട്ട് പിണങ്ങി പോയിട്ട് വന്നത് എന്താന്ന് വെച്ചാ എന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ട് മാത്ര. അല്ലെ ഒരു കാരണവശാലും വീടിന്റെ പടി പോലും ചവിടത്തില്ലായിരുന്നു. അവനും അവന്റെ ഒരു നന്ദവും വന്നിരിക്കുന്നു. ഈ സമയത്ത്
അനി പറഞ്ഞു നിനക്ക് പുച്ഛാന്നറിയാം, നിനക്ക് കിട്ടാത്തോണ്ടല്ലേടിന്ന് ചോദിക്കാം. പിന്നെ എനിക്കെന്ന് വെച്ചാൽ SI പോസ്റ്റ് കിട്ടാഞ്ഞിട്ട് ഭയങ്കര ഇതല്ലായിരുന്നോ. അതെ, നന്ദുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നത് ഒരു പോലീസ് യൂണിഫോം. അത് അവള് സാധ്യമാക്കി എടുക്കുകയും ചെയ്തു. കണ്ടു പഠിക്കണമെന്ന് പറയാം. പിന്നെ അവളെ കണ്ടുപഠിച്ചിട്ട് വേണ്ടേ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ നല്ലത് വരാന് എന്നൊക്കെ അനാമികയും പറയാണ്. അതേടി, നീ ഇങ്ങനെയൊക്കെ പറയുള്ളെന്ന് എനിക്കറിയാം. നിന്റെ മനസ്സിലിപ്പ് ഇങ്ങനെയാണല്ലോ. കണ്ടു, അവൾ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന് പറയാം. അതേടാ, മിക്കവാറും അവൾ എന്നെ കള്ളക്കേസ് കൊടുക്കും, അതിനുള്ള ചാൻസ് കാണുന്നുണ്ടെന്ന് പറയാം. അനി പറഞ്ഞു, അവൾ അത്രക്കാരിയൊന്നുമല്ല, പക്ഷെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളെല്ലാം അവൾ പൊളിച്ചെടുക്കും, കയ്യോടെ പിടികൂടുമെന്ന് പറയാം. പിന്നെ ഇങ്ങോട്ട് വന്നാലും മതി. കള്ളക്കേസ് കൊടുക്കാൻ അവളുടെ വിചാരെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കില്ല, ഈ അനാമികയുടെ അടുത്ത് നടക്കില്ല എന്ന് പറയാം. എന്ന് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ. നീ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ അവൾ പിടിച്ചിട്ട് ഇടിക്കുമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോയിക്കുമ്പോഴത്തേനും അനാമയ്ക്ക് കട്ടക്കലിപ്പായി, നല്ല ദേഷ്യമായിരുന്നു. പിന്നീട് നന്ദുവിനുള്ള ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവേനി. ആ സമയത്ത് ജാനകി അങ്ങോട്ട് വന്നു. ഏട്ടത്തി എന്തിനാ ഏട്ടത്തി ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നേ? അവൾക്ക് കുടിക്കാനും കഴിക്കാനും കൊടുക്കാഞ്ഞിട്ട് ഏട്ടത്തിക്ക് എന്തിന്റെ കേടാന്ന് ചോദിക്കും. അത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഓരോ കടമകളില്ലേ, ഒന്നുമല്ലേലും ആ നയനയുടെ അനിയത്തിയല്ലേ, അവൾ വരുമ്പോൾ സൽക്കരിച്ചില്ലെങ്കിൽ നയന വരുമ്പോഴത്തേനും എന്നോട് ചോദിക്കും. പിന്നെ ആദർശന് അത് മതി മുഖം വെറുപ്പിച്ച് നടക്കാനായിട്ട്. നമ്മൾ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? അതുകൊണ്ടാ. അല്ല, ഒന്ന് ഓർത്ത് നോക്കിയേ, അവൾക്ക് നല്ലൊരു പോസ്റ്റും കിട്ടിയിരിക്കുന്നല്ലേ, ഒരു സന്തോഷ വാർത്തയല്ലേ അത്. അപ്പൊ ആ സമയത്ത് അവൾക്ക് നമ്മളും മധുരമൊക്കെ കൊടുക്കണ്ടേ നിൽക്കും. ഇത് കേട്ടതും ജാനി പറഞ്ഞു, ഏടത്തി എന്തിനാ ഇതൊക്കെ കൊടുക്കണേ? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്താന്നൊക്കെ പറഞ്ഞാൽ അവള് നയനയുടെ അനിയത്തിയായിരിക്കും, പക്ഷേ എങ്കില് അവള് നല്ല കുട്ടിയാ, അത് മനസ്സിലായില്ലേ? അവര് വീട്ടിലെ 3 പെൺമക്കളല്ലേ, ഇപ്പം 3 പേരും നല്ല കുട്ടികളാന്നെ. അതിനകത്തൊരു മാറ്റം നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഇനിയിപ്പം അവളെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നയനയെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ലെന്ന് പറയണം. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ വീട്ടിൽ വരുന്നവരോട് നമ്മളൊരു മര്യാദ കാണിക്കണമെന്ന് പറയാം. ജാനി പറഞ്ഞു, എനിക്ക് എന്താണല്ലോ അവളോട് മര്യാദയൊന്നും കാണിക്കാൻ പറ്റില്ല, എൻ്റെ അനിയുടെ ജീവിതം തറക്കാനായിട്ട് വന്നോളാം അവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുപിറുത്തോണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന ആദർശൻ നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന ആദർശനോട് പറഞ്ഞു, നന്ദുവിന് SI സെലക്ഷൻ കിട്ടിയതിന് സന്തോഷത്തിൽ അവളെന്ന് പറയാം. ഇത് ചിലപ്പോൾ ആദർശ് പറഞ്ഞു, അതിനെ എന്തുകൊണ്ട് യോഗ്യ നേടിയ ഒരാളാ നന്ദു. കാരണം അവളാണെങ്കിൽ പോലീസ് യൂണിഫോം അണിയുവാണെങ്കിൽ കുറച്ച് കേസുകളൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരുമെന്ന് പറയാം. തെളിഞ്ഞു വരുക മാത്രമല്ല, അവൾക്ക് അതിനുള്ള കയ്യൂക്കുണ്ട്. അവളുടെ ഇടിയൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ. അവൾ ആൾക്കാരെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നേ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോ അധികാരങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെയാവുന്ന ആര് കണ്ടെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയാം. പിന്നീട് നയന പറഞ്ഞു, ഞാൻ നേരത്തെ പോവാണ്, എനിക്ക് വീട്ടിൽ വരെ പോകണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശിനെ അതിനെന്താ പോയിക്കോ, ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോക്കോ, വൈകുന്നേരം ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം, നിന്നെ കൊണ്ടുവരാൻ വന്നേക്കാം എന്നൊക്കെ പറയാണ്. പിന്നീട് കനകയുടെയും ഗോവിന്ദന്റെ അടിയിലേക്ക് നവിയും നേരം കൂടെ ചെല്ലുവാണ്. അപ്പൊ ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് രണ്ടുപേരും ചെല്ലുന്നേ. അപ്പോഴേക്കും നന്ദുവും കനയും കൂടെ ഓടി ഇറങ്ങി വരുവാണ്. ആഹാ, ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നബിയനെ നയനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ നയനെ എന്നിട്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് കണിഗ്രാസ് എന്ന് പറയാണ്. എന്നാലും നിന്റെ ആഗ്രഹം പോലെ സാധിച്ചില്ലേ? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു പോലീസ് യൂണിഫോം അണിയാന്നുള്ളേ, ആ ആഗ്രഹം സാധിച്ചില്ലേ എന്ന് ചോദിക്കാം. അതെ ചേച്ചി, അത് സാധിച്ചെന്ന് പറയാം. ദേ, പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, യൂണിഫോം കിട്ടുമെന്ന് ഓർത്തോണ്ട് നീ അധികം അങ്ങോട്ട് ഇതാവണ്ട. കാരണം എനിക്കറിയാം നിന്റെ സ്വഭാവം, നാട്ടുകാരുടെ മേലെ കൈ വെക്കുന്നേ. അങ്ങനെ ഞാൻ വെറുതെ കൈ വെക്കാറുണ്ടോ ചേച്ചി? എന്തേലും തെറ്റ് കണ്ടാലേ വെക്കാറുള്ളൂ. ഇനി അത് അതുപോലെ തന്നെ ഉണ്ടാവും പറയാ. വേണ്ട വേണ്ട, എനിക്കൊരു പേടിയുണ്ട് നിന്റെ കാര്യത്തിൽ നിന്ന് നയന പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് കരകയും പറഞ്ഞു, അത് ശരിയാ നയനമോളെ, ഇവളായതുകൊണ്ട് എനിക്ക് നല്ലൊരു പേടിയുണ്ടെന്ന് പറയാ. അപ്പോഴേക്കും നവി പറഞ്ഞു, ഇത് നന്ദു, നീ പോലീസ് യൂണിഫോം ഇട്ടിട്ട് വന്നിട്ട് വേണം എനിക്ക് 1-2 പേരെയൊക്കെ കൈകാര്യം ചെയ്യിക്കാണെന്ന് പറയണം. ആരെ കൈകാര്യം ചെയ്യിക്കാനായിട്ട്? വേറെ ആരെയാ? എൻ്റെ അമ്മായിമ്മേനെ എൻ്റെ ഭർത്താവിനെയാന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി കനകയും നന്ദുവൊക്കെ നവ്യേനെ നോക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.